നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനിയുള്ള അരമണിക്കൂറിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ മാനന്തവാടിയിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞുവെന്ന വാർത്ത നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത്. നഗരത്തിനടുത്തുള്ള ഇടങ്ങളിൽ ഒറ്റയാൻ എത്തിയിരുന്നെങ്കിലും ആരോഗ്യവാനാണെന്നായിരുന്നു വിലയിരുത്തൽ. ഏറ്റവും ഒടുവിലായി തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തതിന് തുച്ഛമായ പ്രതിഫലം നൽകി അപമാനിച്ചുവെന്ന പരാതിയുമായി കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് രംഗത്തെത്തിയതും ഇന്നത്തെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു. ഗ്യാൻവാബി പള്ളിക്ക് പിന്നാലെ താജ്മഹലിന് സമീപത്തെ ഉറൂസിനെതിരെയും ഹർജി നൽകിയതടക്കമുള്ള വാർത്തകൾ പരിശോധിക്കുന്നു. ഇന്ന് സംഭവിച്ചതിൽ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തണ്ണീർക്കൊമ്പന് കണ്ണീർ മടക്കം. മാനന്തവാടിയിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടാന ചെരിഞ്ഞതിനെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചു. CCF കെ വിജയാനന്ദൻ അധ്യക്ഷനായ 5-അംഗ സമിതിക്കാണ് അന്വേഷണ ചുമതല. വന്യജീവി സംരക്ഷണ സംഘടനാ പ്രതിനിധിയും നിയമവിദഗ്ധനും സമിതിയിലുണ്ട്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ദീപക്, ഉന്നതതല സമിതി രൂപീകരിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടെന്ന് നേരത്തെ തന്നെ ദീപക് റിപ്പോർട്ട് ചെയ്തതാണ്. ആരൊക്കെ അടങ്ങുന്നതാണ് ഈ 5-അംഗ ഉന്നതതല സമിതി? എന്തൊക്കെയാണ് അവരുടെ പരിഗണനാ വിഷയങ്ങൾ? ഗോപികൃഷ്ണൻ, തണ്ണീർക്കൊമ്പന് ഒരു കണ്ണീർ മടക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടത് പകൽ മുഴുവൻ സാഹസികമായി ഈ കൊമ്പനെ കീഴ്പ്പെടുത്താൻ വനം വകുപ്പ്, സന്നദ്ധ പ്രവർത്തകർ, RRT വളണ്ടിയേഴ്സ് എല്ലാം ശ്രമിക്കുന്നതായിരുന്നു. വൈകിട്ട് നമ്മൾ കണ്ടു മയക്കുവെടി വയ്ക്കുന്നു. അതിനുശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് എലിഫന്റ് ആംബുലൻസിൽ കയറ്റുന്നു. ബന്ദിപ്പൂരിൽ വനമേഖലയിലേക്ക് കർണാടകത്തിലേക്കുള്ള യാത്ര. ഏറ്റവും ഒടുവിൽ ഇന്ന് കാലത്ത് നമ്മൾ തന്നെയാണ് 24 തന്നെയാണ് ആ വാർത്ത പുറത്തുവിട്ടത്, ഈ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, ഈ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതിൻ്റെ കാരണത്തെക്കുറിച്ച് വിശദമായി വസ്തുതാപരമായ അന്വേഷണം നടത്താൻ വേണ്ടി സർക്കാർ ഒരു ഉന്നതതല സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നു. ആ സമിതിയിൽ കെ വിജയാനന്ദൻ IFS ആണ്, CCF ആണ്. അദ്ദേഹം ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ്. പാലക്കാടാണ് അദ്ദേഹത്തിൻ്റെ കേന്ദ്രം. അദ്ദേഹത്തെ അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള സമിതിയാണ്. ഈ സമിതിയിൽ മറ്റൊരു കൺസർവേറ്റർ കൂടിയുണ്ട്. കൺസർവേറ്റർ ദക്ഷിണ മേഖല കോട്ടയം കേന്ദ്രമാക്കിയുള്ള ഇൻസ്പെക്ഷൻ ആൻഡ് ഇവാലുവേഷൻ കൺസർവേറ്ററാണ് നീതുലക്ഷ്മി. ഇതുകൂടാതെ ഡോക്ടർ R രാജ് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസറാണ്. അദ്ദേഹം പുത്തൂർ സുവോളജി പാർക്കിലെ ഉദ്യോഗസ്ഥനാണ്. ഇതുകൂടാതെ NGO പ്രവർത്തകനായ ഡോക്ടർ റോഷ്നാഥ് രമേശ്. ഇതുകൂടാതെ ഒരു നിയമ വിദഗ്ധൻ കൂടി വരുന്നു. അതായത് വിവിധ മേഖലയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എക്സ്പേർട്സിനെയും ഒപ്പം 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിക്കാണ് വനമന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സമിതിയുടെ പ്രധാനപ്പെട്ട ചുമതല ഈ മരണത്തിന് കാരണമായ വസ്തുതകൾ, അതിലേതെങ്കിലും പാരാമീറ്റേഴ്സിൽ നേരത്തെയുള്ള ചട്ടങ്ങളുടെ വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ, അതായത് ഇത് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് പോയേക്കാം. മാത്രമല്ല കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഒരു ലിറ്റിഗേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ സുതാര്യമായി ഇതിൻ്റെ അന്വേഷണം പൂർത്തീകരിക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കൂടി കടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഗോപീഷ്ണൻ, ഏതായാലും സർക്കാർ ഒരു മുഴം മുന്നേ ഈ കാര്യത്തിൽ കടന്നിരിക്കുന്നു. ഈ ചെരിഞ്ഞ ദിവസം തന്നെ, ആന ചെരിഞ്ഞ ഉടൻ തന്നെ ഒരു അന്വേഷണ സമിതി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 24 ആണ് ഈ വാർത്തയും ആദ്യം പുറത്തുവിടുന്നത്. ഒരു അന്വേഷണ സമിതി, ഉന്നതതല അന്വേഷണ സമിതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ഗോപീഷ്ണൻ, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടാന ചെരിഞ്ഞത് ഹൃദയാഘാതവും ശ്വാസകോശ അണുബാധയും മൂലമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ആനയുടെ ശരീരത്തിൽ 1 മാസത്തിലേറെ പഴക്കമുള്ള ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. ബന്ദിപ്പൂർ വനത്തിലെ രാമപുര ആന സങ്കേതത്തിലാണ് തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് ഉച്ചയ്ക്ക് നടന്നത്. ബന്ദിപ്പൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ആനയുടെ ഈ ദാരുണാന്ത്യത്തിന് വഴിവെച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്? ഗോപി, ഈ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരമനുസരിച്ച് 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് മരണത്തിലേക്ക് എത്തിയത്. മരണം സംഭവിക്കുന്നത് ശ്വാസകോശവും ഹൃദയവും ഒരേ സമയം നിലച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തൽ. എന്തായാലും ഇതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. 1 മാസത്തിലേറെ പഴക്കമുള്ള മുറിവ് ശരീരത്തിൽ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ പഴുത്തിരുന്നു. അതിൽ നിന്ന് ജലം വമിച്ചിരുന്നു. അതായത് ഈ ആനയുടെ പുറത്ത് ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴയ്ക്ക് താഴെ അതായത്
ഉൾഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു പഴുപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായിരുന്നു. അണുബാധ അത്രമാത്രം കനത്ത രീതിയിലുള്ള അണുബാധയായിരുന്നു. TB-യുടെ ഒരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് രണ്ടാമത്തെ കാരണമാണ്. മൂന്നാമത്തെ കാരണം ഇത് ജനമധ്യത്തിൽ ഇറങ്ങിയ ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സമ്മർദ്ദം, അത് ഈ ആഘാതത്തിലേക്ക് നയിച്ചു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിനകത്തുള്ള രാമപുര എന്ന് പറയുന്ന എലിഫന്റ് ബേസ് ക്യാമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം നടപടി നടത്തിയത്. അതിൽ വയനാട്ടിൽ നിന്നുള്ള വെറ്റിനറി ടീമും അതോടൊപ്പം തന്നെ കർണാടകയിലെ വെറ്റിനറി ടീമും നേതൃത്വം നൽകുന്ന വിധത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. എന്തായാലും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്ഥിതിയാണ്. അതായത് ശരീരത്തിൽ നേരത്തെ തന്നെ 1 മാസത്തിലേറെയുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ആനയെ വെടിയുതിർക്കാതെ മറ്റ് മാർഗങ്ങൾ വനംവകുപ്പിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. ജനവാസ മേഖലയിലാണ് ഈ ആന ഇറങ്ങിയത്. സ്വാഭാവികമായും 8 കിലോമീറ്റർ അധികം വരുന്ന വനമേഖലയിലേക്ക് ഡ്രൈവ് ചെയ്ത് ഇതിനെ കൊണ്ടുപോവുക, ജനവാസ മേഖലയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തീർത്തും അപ്രായോഗികമായ കാര്യമാണ്. ആ സ്ഥിതിയിലാണ് മയക്കുവെടി വെക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മയക്കുവെടി വെക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആന ആരോഗ്യവാൻ എന്നുള്ള തരത്തിലുള്ള പ്രകടനങ്ങളാണ് നടത്തിയത്. പ്രത്യേകിച്ച് വാഴത്തോട്ടത്തിൽ ഓടി നടക്കുന്നു, അതോടൊപ്പം തന്നെ ഈ ഒരു കുന്നിന് മുകളിലേക്ക് കയറുന്നു. അത്തരത്തിൽ ആരോഗ്യമുള്ള ഒരു ആനയുടെ ലക്ഷണങ്ങൾ ഈ ആന പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മയക്കുവെടിയിലേക്ക് പോയത്. പക്ഷേ അതിൻ്റെ ആന്തരികമായ മുറിവുകളെ സംബന്ധിച്ചുള്ള വിവരം ആദ്യഘട്ടത്തിൽ വന്നിരുന്നില്ല. അത് പോസ്റ്റ്മോർട്ടത്തിലാണ് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ഈ മുറിവുകളാണ് 1 മാസത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും കർണാടക വനംവകുപ്പ് ഇതിനെ പിടികൂടിയ ഘട്ടത്തിൽ അത്തരത്തിലുള്ള പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. 1 മാസമായിട്ടില്ല ബേലൂരിൽ നിന്ന് ഈ ആനയെ പിടികൂടിയിട്ട്. അത് മാത്രമല്ല റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. അതിൽ കൃത്യമായ രീതിയിൽ നിരീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഈ കേരളത്തിൻ്റെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന വിവരമെല്ലാം തന്നെ കേരള വനംവകുപ്പിനെ അലേർട്ട് ചെയ്യാമായിരുന്നു. അത്തരം നടപടിയൊന്നും കർണാടക വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണമാണ് നടക്കേണ്ടത്. വിദഗ്ധ സമിതി ആയിക്കഴിഞ്ഞു. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരട്ടെ. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പരിശോധിക്കപ്പെടട്ടെ എന്നുള്ളതാണ് വയനാട്ടിൽ നിന്നും പൊതുവെ ഉയരുന്ന അഭിപ്രായം. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. തണ്ണീർക്കൊമ്പൻ ചെരിയാൻ ഇടയാക്കിയ കാര്യങ്ങൾ ഹൃദയാഘാതവും ശ്വാസകോശ അണുബാധയും ആണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ആനയുടെ ശരീരത്തിൽ 1 മാസത്തിലേറെ പഴക്കമുള്ള ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ബന്ദിപ്പൂർ വനത്തിലെ രാമപുര ആന സങ്കേതത്തിലാണ് തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടന്നത്. ഡോക്ടറുടെ പ്രതികരണത്തിലേക്ക്. നമുക്ക് വെളിയിൽ നിന്ന് പെട്ടെന്ന് കാണുന്നത് ആ ഒരു തുടയിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. ഏകദേശം 40 സെന്റിമീറ്ററോളം വ്യാപ്തിയുണ്ട്. അത് തുറക്കുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് നല്ലതായിട്ട് മൾട്ടിപ്പിൾ പോക്കറ്റ്സ് ഉണ്ട്. ഏകദേശം നമുക്ക് 1 ലിറ്ററോളം അതിനകത്ത് നിന്ന് ചലം വെള്ളിലേക്ക് വന്നിട്ടുണ്ട്. അത് സിസ്റ്റത്തിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട്. സോ സെപ്റ്റിക് ആകാനുള്ള ഇത് കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ടുള്ള വേറെ ലീഷൻ കണ്ടത് നമുക്ക് ലങ്സിലാണ്. TB നോഡ്യൂൾസ് ഉണ്ട്. അതിപ്പം അതിൻ്റെ സാമ്പിൾസും ബാക്കിയുള്ള കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പസിൻ്റെ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനിപ്പോൾ നമുക്ക് ലാബോറട്ടറിക്കൽ ഇൻവെസ്റ്റിഗേഷനോടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. തുടയിലുള്ള മുറിവുകൾക്ക് ഏകദേശം 1 മാസത്തോളം പഴക്കമുണ്ട്. അല്ല, അത് മൂലമുണ്ടെന്ന ഒരു പൾമണറി അറസ്റ്റാണ് മരണകാരണമായി വരുന്നത്. ഹൃദയാഘാതം നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല. ഈ ഒരു 2 മാസത്തിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഇതേ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പം ഇന്നലത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രെസ്ഫുള്ളാണ് ആനിമൽ. ആ ഒരു കണ്ടീഷനിൽ ഇതെല്ലാം ഇതെല്ലാം അതിൻ്റെ അഡ്ജോയിങ് ഫാക്ടേഴ്സാണ്. ഉള്ളിലുള്ള ഇഷ്ടം പോലെ, അതായത് നമുക്കിപ്പോൾ ഒരു വൈറ്റൽ കണ്ടീഷൻ എപ്പോഴും നമുക്ക് വെളിയിൽ നിന്ന് അസസ് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ പകൽ മുഴുവൻ ആശങ്കയായിരുന്നു തണ്ണീർക്കൊമ്പൻ. ഇന്നത് ആരെയും വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുന്നു. ആന ചിരിഞ്ഞതിൽ വേദന പങ്കുവെക്കുകയാണ് മാനന്തവാടിക്കാർ. തണ്ണീർക്കൊമ്പൻ സുരക്ഷിതനായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പ്രതീക്ഷകൾക്ക് വിരാമമിട്ടാണ് ഒടുവിൽ ദുരന്ത വാർത്ത എത്തിയത്. അയ്യോ, അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി അറിഞ്ഞപ്പോൾ മുതൽ. അതിർത്തി കടന്ന് മാനന്തവാടിയിൽ എത്തിയപ്പോഴും തണ്ണീർ തന്റെ ശാന്തപ്രകൃതി കൈവിട്ടിരുന്നില്ല. ഇന്നലെ തന്നെ അതിന്റെ ആരോഗ്യനില മോശമായിരുന്നു. പക്ഷേ ഈ വാർത്ത നമുക്കൊന്നും പറയാനില്ല. 10-15 മണിക്കൂർ ഞങ്ങൾ അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വളരെ വിഷമമുള്ളൊരു കാര്യമായി. കൊമ്പൻ നശിപ്പിച്ച വാഴ വീണ്ടും വെക്കാം, ജീവൻ തിരികെ കിട്ടില്ലോ എന്ന് ചോദിക്കുന്ന കർഷകരുമുണ്ട്. കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. എങ്കിലും അവനോട് ഇപ്പോൾ ഈ ഒരു അവസ്ഥ അറിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ അവനെപ്പറ്റി ദുഃഖിച്ച് തന്നെയെന്നല്ല ഇപ്പോൾ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട്. കൊമ്പന് മറ്റൊരു താവളം ഒരുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴും വേർപാട് മുറിവാവുകയാണ്. വയനാട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ അതൃപ്തി.
കേരള സാഹിത്യ അക്കാദമിയോട് പരിഭവിച്ച് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തതിന് തുച്ഛമായ പ്രതിഫലം നൽകി അപമാനിച്ചു എന്നാണ് പരാതി. അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ഖേദം പ്രകടിപ്പിച്ചു. പിന്നാലെ വിമർശനം ഉന്നയിച്ചെങ്കിലും വിവാദത്തിന് നിൽക്കാതെ പിൻവലിക്കുകയും ചെയ്തു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉന്നയിച്ച പൊതുപ്രശ്നങ്ങൾ ഗൗരവത്തോടെ കാണുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. ആദ്യം പറഞ്ഞ കാര്യം ഞാൻ കേട്ടത് അത് അവിടുത്തെ ഓഫീസുമായി ബന്ധപ്പെട്ട് പറ്റിയൊരു പിഴവാണ്. അതിന് ഖേദം പ്രകടിപ്പിച്ചു. ആ വിഷയം അങ്ങനെ അവസാനിച്ചു. ബാലേന്ദ്രൻ സാറിനെ വിളിച്ചായിരുന്നു. സാഹിത്യകാരന്മാർക്ക് വേണ്ടത്ര ഒരു ബഹുമാനം മറ്റുള്ള കലാരംഗത്ത് പ്രവർത്തിക്കുന്നതനുസരിച്ചുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്ന ഒരു തോന്നലിൽ നിന്നാണ് അദ്ദേഹം ഇട്ടത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ കാര്യം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താം. അത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ചിലപ്പോൾ കുറച്ച് ശരിയുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, സാഹിത്യോത്സവത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ടും 2 മണിക്കൂർ നീണ്ട പ്രഭാഷണം നടത്തിയിട്ടും 2000 ചില്വാനം രൂപ മാത്രം പ്രതിഫലം നൽകിയതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് തൊട്ടു പിന്നാലെ എങ്ങനെയാണ് സാഹിത്യ അക്കാദമി ഇതിനോട് പ്രതികരിച്ചത്? പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടത്? ഗോപികൃഷ്ണൻ, നേരത്തെ തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു വേദിയിൽ പറഞ്ഞ വാചകമുണ്ട്. അതായത് താൻ അരമണിക്കൂർ സംസാരിക്കണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് 5 മണിക്കൂറെങ്കിലും അതിനുവേണ്ടി റെഫറൻസ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം 2 മണിക്കൂർ അദ്ദേഹം ഇവിടെ സംസാരിക്കണമെങ്കിൽ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എത്രയോ മണിക്കൂറുകൾ കഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലമായിക്കൊണ്ടായിരിക്കണം ആ 2 മണിക്കൂറിലധികം നേരം അദ്ദേഹം ഇവിടെ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് അന്ന് ഈ 2 മണിക്കൂറിലേറെ സംസാരിച്ചിട്ട് തനിക്ക് പ്രതിഫലമായി തന്നത് 2400 രൂപ മാത്രമാണ് എന്നുള്ളതാണ്. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല അദ്ദേഹം അതിനെ കണ്ടതും. അതായത് സാഹിത്യകാരന്മാർക്കെതിരെയുള്ള അവഗണന, ആ അവഗണനയുടെ ഒടുവിലത്തെ ഉദാഹരണം എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിമർശനം പുറത്തു വന്നത്. അത് സാഹിത്യ ലോകത്ത് തന്നെ ഏറെ ചർച്ചയായതിന് പിന്നാലെയാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്കാദമിയുടെ അധ്യക്ഷനായിട്ടുള്ള സച്ചിദാനന്ദനോട് വിശദാംശങ്ങൾ തേടുന്നത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇത് ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമാണ്, അതായത് ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ വന്ന പിഴവ് മാത്രമാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്കാദമി തന്നെ ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം രാവിലെ തന്നെ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ ഉച്ചയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഈ അക്കാദമി അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് താൻ 1 രൂപ പോലും വാങ്ങാതെ പല പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പരാതി ഇത് സംബന്ധിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം സെക്രട്ടറിയോട് പരാതിപ്പെടണം എന്നുള്ളതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം, അതായത് ഈ സച്ചിദാനന്ദൻ പറഞ്ഞിരുന്നു. അതിനെതിരെ വലിയ വിമർശനം പിന്നാലെ ഉയരുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ, അതായത് മണിക്കൂറുകൾ തികയും മുമ്പ് തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു. ഒരു പക്ഷേ അക്കാദമി അധ്യക്ഷനെ കൊണ്ട് അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പ്രേരിപ്പിച്ചത് പോലും ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറിപ്പിനെ തുടർന്നുണ്ടായ വലിയ വിമർശനമാണ്. എന്തായാലും ആ പോസ്റ്റ് പിൻവലിക്കുന്നു. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം വരുന്നത്. അദ്ദേഹം പറയുന്നത് ആദ്യം സച്ചിദാനന്ദൻ പറഞ്ഞ ഖേദപ്രകടനത്തോട് തന്നെയാണ് നിലവിൽ സർക്കാരിന്റെ യോജിപ്പ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ സാഹിത്യകാരന്മാർക്കുള്ള അവഗണന അത് തന്നെ ബോധ്യപ്പെടുത്തി അത് താൻ തള്ളിക്കളയുന്നുമില്ല. എന്തായാലും ഈ അവഗണന സംബന്ധിച്ചുള്ള കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. സാഹിത്യകാരന്മാരെ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നെല്ലാം സംബന്ധിച്ച് സർക്കാർ ആലോചിക്കും എന്നുകൂടി ഒരു ഉറപ്പ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് നൽകിയിട്ടുണ്ട് എന്നുകൂടി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് പിന്നിൽ കാണുന്ന ഈ സാഹിത്യോത്സവ വേദിയിൽ കഴിഞ്ഞ 7 ദിവസമായി നടന്നു വന്ന സാഹിത്യോത്സവത്തിന് അല്പം മുമ്പ് കൊടിയിറങ്ങി. പക്ഷേ വിവാദങ്ങൾക്ക് കൊടിയിറങ്ങുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഗോപികൃഷ്ണൻ. സൂരജ് സജി ആണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. സുപ്രീം കോടതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. നരേന്ദ്രമോദിക്ക് പ്രയാസമുണ്ടാകാത്ത കേസുകളിൽ മാത്രമാണ് നിഷ്പക്ഷ വിധി ഉണ്ടാകുന്നത് എന്നാണ് MA ബേബി പറഞ്ഞത്. ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കിയത് അപമാനകരമാണ്. സുപ്രീം കോടതിയോട് നാണമില്ലേ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. വിമർശനത്തിന്റെ പേരിൽ കേസെടുത്താലും പ്രശ്നമില്ലെന്നും MA ബേബി പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, സുപ്രീം കോടതിയെ, രാജ്യത്തെ പരമോന്നത നീതിന്യായ സംവിധാനത്തെ ഇത്ര രൂക്ഷമായി MA ബേബി വിമർശിച്ചത് എവിടെയാണ്? എന്താണ് അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ കാതൽ? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? സജോ. ഗോപികൃഷ്ണൻ, കണ്ണൂരിൽ ഇടത് അധ്യാപക സംഘടനയായ KSTA സംഘടിപ്പിച്ച പൂർവാധ്യാപക സംഗമം അവരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ സെമിനാറുകളും സംഗമങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൂരിൽ സംഘടിപ്പിച്ച പൂർവാധ്യാപക സംഗമത്തിലാണ് സുപ്രീം കോടതിക്കെതിരെ രൂക്ഷമായ വിമർശനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി നടത്തിയത്. സുപ്രീം കോടതിയോട് നാണമില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. സുപ്രീം കോടതി വിധികൾ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും പ്രയാസം ഉണ്ടാക്കാത്തതാണ്. ഇടയ്ക്ക് ചില കേസുകളിൽ നിഷ്പക്ഷ വിധി ഉണ്ടാകും. പക്ഷേ അത്തരം വിധികൾ പോലും മോദിക്ക് പ്രയാസമുണ്ടാക്കാത്ത വിധികളാണ്.
അദാനിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ വാദി പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് കരുതേണ്ടി വരും. ഭരണഘടനയുടെ 370 വകുപ്പ്, അതായത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സുപ്രീം കോടതി വിധി അപമാനകരമാണ് എന്നുകൂടി അദ്ദേഹം കടത്തിപ്പറയുകയാണ്. വിമർശനത്തിന്റെ പേരിൽ തനിക്കെതിരെ കേസ് വന്നാലും, അതായത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നാലും താൻ അത് പ്രശ്നമാക്കുന്നില്ല, കാര്യമാക്കുന്നില്ല എന്നുകൂടി പറയുകയാണ്. സുപ്രീം കോടതിക്കെതിരെ സമീപകാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, മുതിർന്ന രാഷ്ട്രീയ നേതാവ് നടത്തുന്ന അതിരൂക്ഷ വിമർശനമാണ്. അത് അദ്ദേഹം സമീപകാലത്തെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ, ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ, BJP ഭരണത്തിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ സുപ്രീം കോടതി നിഷ്പക്ഷമല്ലാതെ പെരുമാറുന്നു എന്ന് സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി ചൂണ്ടിക്കാണിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരം ഒരു വാദമുഖം അദ്ദേഹം തുടർച്ചയായി നിരത്തിക്കൊണ്ടാണ് ഇത്തരം രൂക്ഷമായ വിമർശനം അദ്ദേഹം നടത്തുന്നത്. അത് ഏതായാലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ പരിധിയിൽ കൂടി വരുന്ന ഒരു വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ശരി, സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതിക്കെതിരെ അതിരൂക്ഷ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു MA ബേബി. താജ്മഹലിന് സമീപത്തെ ഉറൂസിനെതിരെയും ഹിന്ദു മഹാസഭയുടെ ഹർജി. താജ്മഹലിലെ ഉറൂസ് ആഘോഷം വിലക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭയുടെ ഹർജി. ഫെബ്രുവരി 6-നും 8-നും ഇടയിലാണ് നടക്കുന്ന ഉറൂസ് വിലക്കണമെന്നതാണ് ആഗ്ര കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. താജ്മഹൽ മുൻപ് ശിവക്ഷേത്രമായിരുന്നുവെന്ന ഹിന്ദു ജാഗരൺ മഞ്ച് അവകാശവാദം തെറ്റാണെന്ന് കഴിഞ്ഞ ദിവസം പുരാവസ്തു ഗവേഷണ വകുപ്പ് കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം ഗ്യാൻവാബി മസ്ജിദിലെ അറയിൽ തുടർച്ചയായ 3-ാം ദിനവും പൂജകൾ നടന്നു. അച്യുതൻ വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, ഗ്യാൻവാബിയിലെ അവിടുത്തെ തെഹ്ഖാനയിൽ, അവിടുത്തെ അറയിൽ ഇന്നും പൂജകൾ നടക്കുന്നുണ്ട്. അതേസമയം താജ്മഹലിലെ ഉറൂസിന് എതിരെ ഹിന്ദു മഹാസഭ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. ഉറൂസ് ആഘോഷങ്ങൾ അനുവദിക്കരുത് എന്നാണ് ഹിന്ദു മഹാസഭ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം ഹിന്ദു മഹാസഭ ഉന്നയിക്കുന്നത്? ഇതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ? ഗോപികൃഷ്ണൻ, ഈ ഹർജിയിൽ പ്രധാനമായും ഉയർത്തുന്നത് ഈ മുഗൾ ബ്രിട്ടീഷ് കാലത്ത് ഉറൂസ് ആഘോഷത്തിന് അനുമതി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഈ ഹിന്ദുസേന നൽകിയിരിക്കുന്ന, ആഗ്ര കോടതി നൽകിയിരിക്കുന്ന ഹർജിയിലെ പ്രധാന വാദം. ഈ ഹർജിയോടൊപ്പം തന്നെ വിവരാവകാശ രേഖയും ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഉറൂസിന് താജ്മഹലിൽ സൗജന്യ പ്രവേശനം നൽകുന്നതിനെയും ഹർജിയിൽ എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഹിന്ദു മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ് സൗരഭ് ശർമ്മയാണ് ഈ ഹർജിക്കാരൻ. എന്തായാലും ഈ ഹർജി നിലവിൽ ആഗ്ര കോടതി മാർച്ച് 4-ന് പരിഗണിക്കും. ഈ നേരത്തെ തന്നെ ഈ താജ്മഹലിന് മുൻപ് ശിവക്ഷേത്രമായിരുന്നെന്ന ഹിന്ദു ജാഗരൺ മഞ്ച് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പുരാവസ്തു വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് താജ്മഹൽ ക്ഷേത്രമല്ലായിരുന്നു എന്ന സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത്. മുൻപ് തേജോമഹലായ എന്ന പേരിലുള്ള ശിവക്ഷേത്രമായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാന വാദങ്ങൾ. പക്ഷേ അതിനെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുരാവസ്തു ഗവേഷണ വകുപ്പും നൽകിയിരിക്കുന്നത്. എന്തായാലും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ് ഇത്തരം ഹർജി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതേസമയത്ത് ഈ വാരണാസി കോടതി ഉത്തരവിനെ തുടർന്ന് ഗാൻവാബിയിലെ അറയിൽ തുടർച്ചയായ 3-ാം ദിനവും പൂജ ചടങ്ങുകൾ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ മസ്ജിദ് കമ്മിറ്റി സമീപിച്ചെങ്കിലും അതിൽ കാര്യമായ ഒരു ഇടപെടൽ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും അവിടെ ഇപ്പോൾ പൂജാ ചടങ്ങുകൾ തുടരുകയാണ്. കനത്ത സുരക്ഷ ഒരുക്കണമെന്ന് പ്രത്യേകിച്ച് അലഹബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയാണ് ഈ പൂജാ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നഥുറാം ഗോഡ്സെയെ അനുകൂലിച്ച കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ പരാതിയുമായി വിദ്യാർത്ഥി സംഘടനകൾ. SFIയും MSFും കുന്നമംഗലം പോലീസിലും KSU നടക്കാവ് പോലീസിലുമാണ് പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, എനിക്ക് തോന്നുന്നു NIT കേന്ദ്രീകരിച്ച് ഇപ്പോൾ പലതരത്തിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയെ അനുകൂലിച്ചുകൊണ്ട് കോഴിക്കോട്ടെ NIT പ്രൊഫസർ ഷൈജ ആണ്ടവൻ ചില പരാമർശങ്ങൾ നടത്തിയത്. വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ അതിനെതിരെ രംഗത്തുണ്ടായിരുന്നു, അവർ പ്രതിഷേധത്തിലായിരുന്നു. അവർ ഇപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നു എന്നതാണല്ലോ പുതിയ വിവരം. എന്താണ് വിശദാംശങ്ങൾ? ഗോപി, മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിരുന്നു
കോഴിക്കോട് NITയിലെ അധ്യാപികയായിട്ടുള്ള ഷൈജ ആണ്ടവൻ്റെ ഗോഡ്സെ അനുകൂല ഫേസ്ബുക്ക് കമൻറ്റ്. ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനം എന്നായിരുന്നു ഈ കമൻറ്റിൽ പറയുന്നത്. ഈ കമൻറ്റ് വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. ഈ വിവാദമായ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ നേതാക്കളും ഒപ്പം തന്നെ വിവിധ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. കോഴിക്കോട് MP കൂടിയായിട്ടുള്ള MK രാഘവൻ ഇത് സംബന്ധിച്ച് NIT ഡയറക്ടർക്ക് കോഴിക്കോട് NIT ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നടപടിയെടുക്കണമെന്നാണ് ഈ പരാതിയിലെ ആവശ്യം. മറ്റൊന്ന് DYFI ആണ്. DYFI കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത്. KSU കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലും KSU നടക്കാവ് പോലീസ് സ്റ്റേഷനിലും SFI കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ നിമിഷവും ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും ഈ സംഭവത്തിൽ പ്രതികരിക്കാൻ ഈ അധ്യാപിക ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു സംഭവം കഴിഞ്ഞ ദിവസം അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധവും സംഘർഷവും കോഴിക്കോട് NIT കോളേജിൽ ഉണ്ടായിരുന്നു. ഈ സംഘർഷത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സീനിയർ വിദ്യാർത്ഥിയായ ശിവ പാണ്ഡ്യയ്ക്കും കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയുമാണ് 2ാം വർഷ വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത്. തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തൽ, മാരകമായി പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ഈ 10 പേർക്കെതിരെയും ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും സംഘർഷ പശ്ചാത്തലത്തിൽ കോളേജ് 4 ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ്. അതോടൊപ്പം വിവാദങ്ങളുടെയും സംഘർഷങ്ങളുടെയും എല്ലാ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോഴിക്കോട് NIT ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പുതുതായി ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം ഷൈജ ആണ്ടവനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ സുരേഷാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ ഈ അരമണിക്കൂറിൽ കണ്ടത്. ഇനി ജനകീയ വാർത്താ മണിക്കൂറിന്റെ നേരമാണ്. പൊതുജനം കഴുതയല്ല സാർ എന്ന ജനകീയ വാർത്താ പരിപാടിയുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു TK റീജിത്ത്. ഉടൻ നമസ്കാരം.